ഹലോ, നമുക്കിന്ന് ബട്ടർ നാനും ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാലോ. ഈ ഒരു ബട്ടർ നാൻ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഈ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഈ ഒരു ബട്ടർ നാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോമ്പുതുറൊക്കെ വരാൻ പോകുമല്ലോ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കാണെങ്കിലും എല്ലാവരും മുന്നിലേക്ക് ധൈര്യത്തിൽ വെക്കും. കാണുമ്പോൾ തന്നെ സ്പെഷ്യലാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് പ്രത്യേക ഒരു സ്മെല്ല്, ബട്ടറിൻ്റെ ആ ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിന് ബട്ടർ നാനും ബട്ടർ ചിക്കനായിട്ട് അതിന് കറിയായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഈ ബട്ടർ ചിക്കൻ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ചൂടുള്ള പാലാട്ട് ആഡ് ചെയ്യുന്നത്. ഈ ചൂടുള്ള പാലിലോട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പും പിന്നെ തൈരാട്ട്. ഇതിൻ്റെ മെയിനാണ് തൈര്. ഒരു കപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 3 കപ്പ് മൈദ ആഡ് ചെയ്യുന്നത്. ഈ 3 കപ്പ് മൈദം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ എത്രമാത്രം കുഴക്കാൻ പറ്റുന്ന അത്രയും കുഴക്കുക. ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ഗീ ആട്ടോ. നല്ല ഗീ ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര സമയം വെക്കാൻ പറ്റും? ഒരു 1 or 2 ഹവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതുപോലെ ടർക്കിയായിട്ട് നമ്മൾ കവർ ചെയ്ത് എന്നിട്ട് അതൊക്കെ ഒരു 2 ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ഓപ്പൺ ആക്കി നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളിത് അതുപോലെ ചെറിയ ബൗൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ പരത്തിയെടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഓവർ കട്ടിയാവാനും പാടില്ല, ഓവർ തിന്നാവാനും പാടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടുന്നത് ഗാർലിക് ആട്ടോ. ഗാർലിക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യുക. ഇനി ചപ്പിൻ്റെ ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ചപ്പിൻ്റെ ഇലയും പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കരിഞ്ചീരകം ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ കരിഞ്ചീരകം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇതിന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടറാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുപോലെ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പുതുറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. സവാള, വെളുത്തുള്ളി, തക്കാളി, ഉപ്പ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് കാഷ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയ ശേഷം നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇത് നമ്മളിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാണ്ട്. അതുപോലെ കുറച്ച് ഓവർ ഷുഗർ ആഡ് ചെയ്ത് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. ആ ഒരു ചിക്കൻ ഇതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അങ്ങനെ അതിൻ്റെ മുകളിൽ ചപ്പിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബട്ടർ നാനും ബട്ടർ ചിക്കനും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.